പിന്നെ അത് കഴിഞ്ഞ ശ്ലോകം 9 നമ്മൾ പഠിച്ചു. തസ്മാ 9ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു തസ്മാത് യജ്ഞാത് സർവഹുതഃ രജസ്സാമാനുജജ്ഞിരേ ചന്ദാകും ശ്രീജിനെ തസ്മാത് തസ്മാത് അതൊക്കെ പഠിച്ചു. അതിനകത്ത് നമ്മൾ പറഞ്ഞത് യജ്ഞത്തിൽ നിന്ന് തൈരുണ്ടായി, നെയ്യുണ്ടായി, കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങളുണ്ടായി, ഗ്രാമങ്ങളിൽ പശുക്കളുണ്ടായി, വായുവിൽ ആകാശത്തെ പറവകളുണ്ടായി. ഇതൊക്കെ ആ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് 10ാമത്തെ ശ്ലോകം വന്നപ്പോൾ അതിൽ പറഞ്ഞു തസ്മാത് യജ്ഞാത് സർവഹുതഃ രജസ്സാമാനുജജ്ഞിനെ. അതിലാണ് ആ ശ്ലോകം. രജസ്സാമാനുജജ്ഞിനെ ചന്ദാകും ശ്രീജിനെ തസ്മാത് തസ്മാത് അജായത. അതിൽ പറയുന്നുണ്ട് വേദങ്ങളും ഉപവേദങ്ങളും ഈ പുരുഷനിൽ നിന്നുണ്ടായി എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തസ്മാത് അശ്വ അജായത. അതിൽ നിന്ന് കുതിരകളുണ്ടായി, പശുക്കളുണ്ടായി, ആടുകളുണ്ടായി, ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഇതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് ശ്ലോകം 12ലാണ് ഈ പ്രധാനപ്പെട്ട ശ്ലോകത്തിന് മുന്നോടിയായിട്ട്, 13ാം ശ്ലോകത്തിന് മുന്നോടിയായിട്ട് ഒരു ചോദ്യം ഉയർന്നു. ആ ചോദ്യം ഇതാണെന്നാണ്. യത് പുരുഷം വ്യതതു കഥിതാ വികൽപ്പയൻ മുഖം കിമസ്യ കൗ ബാഹു കാവൂരു പാദാ ഉച്യതേ ബ്രാഹ്മണോ. അത് കഴിഞ്ഞാണ് ബ്രാഹ്മണസ്യ മുഖമാസീത് വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്? വിരാട് പുരുഷന്റെ രൂപം എന്താണ് എന്നാണ് ചോദിച്ചത്. ആ വിരാട് പുരുഷന്റെ മുഖം എന്താണ്? ആ വിരാട് പുരുഷന്റെ കൈകൾ എന്താണ്? ആ വിരാട് പുരുഷന്റെ ഊരുക്കൾ എന്താണ്? ആ വിരാട് പുരുഷന്റെ പാദങ്ങൾ എന്താണ് എന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരമായിട്ടാണ് ഈ 13ാമത്തെ ശ്ലോകം വരുന്നത്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ യത് വൈശ്യഃ തദ്ഭ്യാഗും ശൂദ്രോ അജായത എന്ന് പറഞ്ഞു. അസ്യ മുഖം, ഇവന്റെ മുഖം, ബ്രാഹ്മണോ ആസീത്, ബ്രാഹ്മണനായി തീർന്നു. ബാഹു രാജന്യകൃതഃ, കൈകൾ ക്ഷത്രിയനായി കൽപ്പിച്ചു. യത് വൈശ്യ, അത് വൈശ്യനായി. യാതൊന്ന് വൈശ്യനാണോ? തത് അസ്യ ഊരു, അത് അവന്റെ ഊരുക്കളാണ്. പദ്ഭ്യാം ശൂദ്രോ അജായത, കാലുകളിൽ നിന്നും ശൂദ്രൻ ജനിച്ചു. ഇതാണ് പറയുന്നത്. സിമ്പിളായ ഒരു അർത്ഥം അതിനകത്ത് നമുക്ക് എടുക്കാവുന്നത്. ആ പുരുഷന്റെ മുഖത്തു നിന്നും ബ്രാഹ്മണൻ ഉണ്ടായി, കൈകളിൽ നിന്നും ക്ഷത്രിയനുണ്ടായി, ഊരുക്കളിൽ നിന്നും വൈശ്യനുണ്ടായി, പാദങ്ങളിൽ നിന്നും ശൂദ്രനുണ്ടായി എന്നാണ് നമ്മൾ സാധാരണ ഒരർത്ഥം ഇതിന് കൽപ്പിച്ചിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഗുണകർമ്മങ്ങൾ അനുസരിച്ചുള്ള വിഭജനമാണ്. ഗുണങ്ങളനുസരിച്ചും കർമ്മങ്ങളനുസരിച്ചും 4 വിഭജനം നടത്തിയിരിക്കുകയാണ്. ചാതുർവർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഭഗവത്ഗീത പറയുന്നത്. ചാതുർവർണ്ണം മയാ സൃഷ്ടം, ഞാൻ സൃഷ്ടിച്ചാണ്. ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചു. അത് യാഗാദി കർമ്മങ്ങളുടെ അനുഷ്ഠാനം, യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമല്ലോ, അത് ബ്രാഹ്മണന്റേതാണ്. രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, അത് ക്ഷത്രിയന്റെ കർമ്മമാണ്. കൃഷി, ഗോരക്ഷ, വാണിജ്യം, ഇതെല്ലാം വൈശ്യന്റെ കർമ്മമാണ്. 3 കൂട്ടരെയും സേവിക്കുക, അത് ശൂദ്രന്റെ കർത്തവ്യമാണ്. അപ്പം 4 സൈസ് കർമ്മങ്ങൾ. ഇത് 4 ഗുണങ്ങളായിട്ടും പറയുന്നുണ്ട്. ആദ്യത്തേത് സത്വഗുണ പ്രധാനിയാണ്, അത് ബ്രാഹ്മണൻ. പിന്നെയോ ക്ഷത്രിയൻ. ക്ഷത്രിയൻ സത്വരജ തമോ ഗുണങ്ങളുടെ മിക്സ്ചറാണ്, അത് മിക്സ് ചെയ്തിരിക്കുന്ന ആളാണ്. പിന്നെയോ വൈശ്യൻ, അവൻ രജ തമോ ഗുണങ്ങളുടെ മിശ്രിതമാണ്. പിന്നെയോ ശൂദ്രൻ തമോ ഗുണ പ്രാധാന്യമാണ്. അപ്പൊ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിഭജനം. കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ യാഗാദി കർമ്മങ്ങളുടെ അനുഷ്ഠാനം ബ്രാഹ്മണരുടേത്, രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ക്ഷത്രിയന്റേത്, കൃഷി, ഗോരക്ഷ, വാണിജ്യം, ഇതൊക്കെ വൈശ്യന്റേത്. 3 കൂട്ടരെയും സേവിക്കുക എന്നുള്ള ശൂദ്രൻ. അപ്പൊ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ 4 വിഭജനം. ഇവ ഈ പുരുഷന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും രൂപം കൊണ്ടു എന്നാണ് നമ്മളിപ്പോ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുന്നത്.
ശരീരത്തിലെ ഒരവയവം ശ്രേഷ്ഠമെന്നും മറ്റൊരു അവയവം നികൃഷ്ടമെന്നും ആർക്കെങ്കിലും പറയാനാവോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. ശരീരത്തിലെ ഒരവയവം വളരെ ഉത്കൃഷ്ടമാണ്, മറ്റൊരു അവയവം മഹാനികൃഷ്ടമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് അവയവത്തിനാ പ്രാധാന്യമില്ലാത്ത? സ്വാമി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ നമ്മൾ അതിഥിയെ സ്വീകരിച്ചു. ആര് വന്നു എന്ന് മറ്റൊരാൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയാം? എൻ്റെ ഒരു സുഹൃത്ത് ഇന്നാര് വന്നു എന്ന് അങ്ങനെയല്ലേ പറയുക. ഇല്ലെങ്കിൽ എൻ്റെ ബന്ധു ഇന്നാര് വന്നു, ഇന്ന അതിഥി വന്നു. അതിന് പകരം ആരെങ്കിലും ഒരു അതിഥി വീട്ടിൽ വന്നാൽ അങ്ങക്ക് നമസ്കാരം എന്ന് പറയുന്ന വിവരം അങ്ങേ കാലിന് നമസ്കാരം, മുഖത്തിന് നമസ്കാരം, ഇന്ന് പ്രത്യേക നമസ്കാരം പറയും, അങ്ങേക്ക് നമസ്കാരം. ഇതെല്ലാം കൂടെ ചേർന്നാണ് അങ്ങ്. മറ്റൊരു കാര്യം, എൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു തുട വന്നിരുന്നു, അങ്ങനെ ആരെങ്കിലും പറയുമോ? എൻ്റെ വീട്ടിൽ ഇന്നലെ 2 പാദങ്ങൾ വന്നിരുന്നു, അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. ഇതിൻ്റെ എല്ലാം സംയോജനമാണ് ഈ മനുഷ്യജീവി. ആ ജീവി വന്നു. അപ്പോ ശുദ്ധ ചിന്തയോടെ സാത്വിക മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയെ ക്ഷത്രിയൻ എന്ന് പറയുന്നു. അധ്വാനശീലത്തോടെ ആ ധനാർജം ചെയ്ത് രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിന് ചെയ്യുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾ വൈശ്യൻ എന്ന് പറയുന്നു. ത്യാഗബുദ്ധിയോടെ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയെ ശൂദ്രൻ എന്ന് പറയുന്നു. അതാ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, ഗുണകർമ്മ വിഭാഗശ. ഏതാ ഭഗവത്ഗീത പറയുന്നു. ജന്മമല്ല ഈ തരം തിരിവിന് കാരണം. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ജന്മനാ ബ്രാഹ്മണൻ, ബ്രഹ്മനാ ശൂദ്രൻ, ജന്മനാ ക്ഷത്രിയൻ, ജന്മനാ വൈശ്യൻ. അതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. പൈതൃകം അതല്ല. എന്താ കാര്യം? മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ ഓരോ കുഞ്ഞിൻ്റെയും ഓരോ വ്യക്തിയുടെയും പ്രാഥമിക ഗുരുക്കന്മാർ. ആദ്യം കുഞ്ഞ് പിറന്ന അവിടെ തന്നെ അവിടെ ഒരു ഗുരുവിനെ വിളിച്ചുകൊണ്ട് വരികയല്ല, അമ്മയും അച്ഛനുമാണ് ആ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, വേറെ ഗുരുക്കന്മാരൊന്നുമല്ല. അപ്പൊ ബ്രാഹ്മണൻ എന്ത് ചെയ്യും? സ്വന്തം പുത്രനെ ബ്രാഹ്മണനാക്കാൻ ശ്രമിക്കും. ക്ഷത്രിയൻ തൻ്റെ പുത്രനെ ക്ഷത്രിയനായി മാറണമെന്ന് ആഗ്രഹിക്കും, അങ്ങനെ ആകാൻ ശ്രമിക്കും. വൈശ്യൻ തൻ്റെ മകളെ വൈശ്യരായി തീരണമെന്ന് കൊതിക്കും, അങ്ങനെയാക്കി തീർക്കും. ഇതൊരു ശീലമായി, ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു ശീലമായി മാറി. അച്ഛനമ്മമാര് ജനിക്കുന്ന കുട്ടികളോട് അവർ ഏത് വർഗത്തിലാണോ പെടുന്നത് അതിൽ മക്കളെയും പെടുത്താനുള്ള ശ്രമം നടത്തും. അങ്ങനെ വരുമ്പോൾ അതൊരു ശീലമാകും. അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പ്രയോഗിക്കാം, അതൊരു കീഴ്വഴക്കമാകും. ആ കീഴ്വഴക്കമാണ് നമ്മൾ ഇതിനെ പാരമ്പര്യ സംസ്കൃതിയിലോട്ട് തിരിച്ചുവിടുന്നത്. ഒരു വിരാട് പുരുഷന്റെ അവയവങ്ങളിൽ നിന്ന് ആണ് ഈ വർണ്ണങ്ങൾ ഉണ്ടായത്. അല്ലാതെ ബ്രാഹ്മണരെ വിരാട് പുരുഷൻ, ക്ഷത്രിയനെ മറ്റൊരു വിരാട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു വീട്ടിൽ തന്നെ കുടുംബാംഗങ്ങൾ, പലരും ആ കുടുംബാംഗങ്ങളിൽ എല്ലാവരും ഇപ്പൊ ആഹാരം പാചകം ചെയ്യുന്നില്ല, എല്ലാവരും ധനാർജനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്നില്ല, എല്ലാവരും പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ അത് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. ആ ധനാർജനത്തിന് പോകുന്നത് അത് ധനാർജനത്തിന് പോകുന്നു ആ ഗൃഹസ്ഥനാണ്. ഇത് നമ്മൾ പ്രത്യേകം നോക്കണം. അപ്പൊ വിരാട് പുരുഷന്റെ അവയവങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ സമിഷ്ടി രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഗൃഹകർമ്മങ്ങൾ ഞാൻ പറഞ്ഞു, പാചകമുണ്ട്, ധനാർജനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുകയാണ് വീട്ടിൽ തന്നെ. അപ്പൊ ഇവരെല്ലാവരും വേറെ വേറെയാണ്. ഇവർ മൂന്ന് കമ്മ്യൂണിറ്റിയാണ്, 3 വർഗമാണ്. അല്ലല്ലോ. ഗൃഹശാസ്ത്രം ധനാർജനത്തിന് വേണ്ടി പരിശ്രമിക്കും,
ആ വീട്ടിലെ അമ്മ പാചകത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തും, ഒക്കെ ചെയ്യും. ഇപ്പം മനുഷ്യബുദ്ധിയും അപ്രകാരമാണ്. മനുഷ്യന്റെ ബുദ്ധിയും പലതരത്തിലാണ്. അച്ഛന്റെ ബുദ്ധിയല്ല മകനുള്ളത്, മകന്റെ ബുദ്ധിയല്ല അച്ഛനുള്ളത്. ഓരോരുത്തർക്ക് അവരുടേതായ ബുദ്ധി വൈഭവത്തിന് ചില ഡിഗ്രി വ്യത്യാസങ്ങളൊക്കെ വരും. ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ 4 വിഭാഗങ്ങൾ മാത്രമേ അർത്ഥമുള്ളൂ. 4 മതമെന്ന് അർത്ഥമില്ല. ചാതുർവർണ്ണ്യം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണകർമ്മത്തെ ആസ്പദമാക്കി ചാതുർവർണ്ണ്യം. ആ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് 4 വിഭാഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചു എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. 4 വിഭാഗങ്ങൾ, 4 മതം സൃഷ്ടിച്ചു എന്ന് അവിടെ പറയുന്നില്ല. പക്ഷെ നമ്മൾ അതിനെ മതമായി രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യം ഇപ്പൊ മുഖത്തിന്റെ കർമ്മമല്ലല്ലോ കൈകൾക്കുള്ളത്. മുഖത്തിൻ്റെതായ കർമ്മമുണ്ട്. കൈകളുടെ കർമ്മമല്ല ഊരുക്കൾക്കുള്ളത്. ഊരുക്കളുടെ കർമ്മമല്ല പാദങ്ങൾക്കുള്ളത്. പാദങ്ങളുടെ കർമ്മമല്ല മുഖത്തിനുള്ളത്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ കർമ്മമുണ്ട്. അത് കർമ്മത്തിൻ്റെതായ നില, ഗുണത്തിൻ്റെതായ നിലയിൽ ഇങ്ങനെ ഇതിനെ തരംതിരിച്ചു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് 4 വിഭാഗങ്ങളാണ്, 4 മതങ്ങളായി നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നത്. 4ഉം ചേർന്നതാണ് വിരാട് പുരുഷൻ. വിരാട് പുരുഷൻ ഇത് 4ഉമുണ്ട്. ഓരോ വ്യക്തിയിലും ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രത്വവും ഉണ്ട്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓരോ വ്യക്തിയിലും. നമ്മള് ഒരു ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷേക്ഷിണാം വാർദ്ധക്യേ മുനിവൃത്തീനാം യോഗേനാം ദേ തനുത്യജാം എന്ന് പറയാറുണ്ട്. ശൈശവേ അഭ്യസ്ത വിദ്യാനാം, വിദ്യ അഭ്യസിക്കുന്നത് ശൈശവകാലത്ത്. യൗവനെ വിഷയക്ഷീണാം, വിഷയങ്ങളിലേക്ക് കടക്കുന്നത് യൗവനകാലത്താണ്. വാർദ്ധക്യേ മുനിവൃത്തീനാം, മുനിവൃത്തിയിൽ ഏർപ്പെടുന്നത് വാർദ്ധക്യകാലത്താണ്. യോഗേന അന്തേ തനുത്യജാം, ഈ തനു ശരീരം ഈ യോഗങ്ങൾ കഴിയുമ്പോൾ ആ തനു ത്യജിക്കപ്പെടും എന്ന് പറയും. അപ്പോൾ ഈ നാല് വിഭാഗത്തിലുള്ള കർമ്മങ്ങളാണ്. ഇത് 4 ഓരോ മനുഷ്യനിലും ഉണ്ട്. പിന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതൊക്കെയാണല്ലോ പറഞ്ഞത്. ബാല്യത്തിൽ എന്താ നടക്കുന്നത്? ബാല്യത്തിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നത്? പറയുന്നത് കേൾക്കുക. ആ ഗുരു എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ അധ്യാപകൻ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛനമ്മമാർ എന്താണോ പറയുന്നത്, അത് കേൾക്കുക. അതിനെ നമുക്ക് ശൂദ്രത്വം എന്ന് പറയാം. എല്ലാം പറഞ്ഞു പഠിക്കുക. അങ്ങനെ പഠിച്ച് എന്താവുന്നു? ആ ബാലൻ ബാല്യം എന്നുള്ള കാലം വിട്ട് കൗമാരത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ കടന്നു പോവുക. ഇതിൽ നിന്നാണ്, ഈ പഠിച്ചതിൽ നിന്നാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായ ശ്ലോകം പറഞ്ഞത്, ജന്മനേ ജായതേ ശൂദ്ര, ജനിക്കുന്നത് ശൂദ്രനായിട്ട്. അവിടുന്ന് കാര്യങ്ങൾ ഓരോന്ന് പഠിച്ച് മനസ്സിലാക്കി ബ്രാഹ്മണത്വത്തിലേക്ക് എത്തുന്നു, വൈശ്യത്വത്തിലേക്ക് എത്തിക്കുന്നു, ക്ഷത്രിയത്വത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തി ബ്രാഹ്മണത്വത്തിലേക്ക് എത്തുന്നു. പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാ. പദ്ഭ്യാം ശൂദ്രോ അജായത. ആ പദ്ഭ്യാം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ പാദത്തിൽ നിന്നും ശൂദ്രനുണ്ടായി. പദ്ഭ്യാം. ഈ പദ്ഭ്യാം എന്താണ്? നമ്മൾ ഈ പുരുഷ സൂക്തത്തിൽ തന്നെ പഠിച്ചല്ലോ. പാദോ സ്യേഹാത് ഭവാത് പുനഃ, പാദോ സ്യേഹാത് ഭവാത് പുനഃ. പ്രപഞ്ചം ഈ ഭഗവാന്റെ പാദത്തിൽ നിന്ന്. പാദോ സ്യേഹാത് ഭവാത് പുനഃ, അത് നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം ഉണ്ടായത് ശൂദ്രൻ, പിന്നീട് വിദ്യ കൊണ്ട് ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രത്വവും ഒക്കെ കൊടുത്തു. ആരാണ് ഈ വിദ്യയൊക്കെ നൽകിയത്? ഈ ശൂദ്രത്വത്തിൽ നിന്നും വൈശ്യത്വത്തിലേക്കും ക്ഷത്രിയത്വത്തിലേക്കും ബ്രാഹ്മണത്വത്തിലേക്കും ഒക്കെ ഉള്ള ആ വിദ്യ ആരാ പഠിപ്പിച്ചത്? പുറത്തുനിന്നുള്ള ഗുരുക്കന്മാരൊന്നുമല്ല, അച്ഛനമ്മമാര് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ക്ഷത്രിയന്റെ പുത്രന് അത് ക്ഷത്രിയനായി തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും.
അപ്പോ ആ നിലയിൽ പഠിപ്പിച്ചു വരും. ഇവര് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. അച്ഛനമ്മമാരിത് പറഞ്ഞു കൊടുത്ത അച്ഛനമ്മമാരുടെ ഒരു ആഗ്രഹവും കൂടി ഈ സന്തതികളിലൂടെ സന്നിവേശിക്കപ്പെടുകയാണ്. അത് വരുമ്പോൾ അത് പറയും, അവൻ എൻ്റെ മകനാണ്, ബ്രാഹ്മണനാണ്, എൻ്റെ മകനാണ്, ക്ഷത്രിയനാണ് എന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞു വരും. മാതാപിതാക്കളാണ് ആദ്യ അധ്യാപകർ. മക്കളെ അതാത് വർണ്ണത്തിൽ നിലനിർത്താൻ അവർ പരിശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്, ഇതൊരു ശീലമാണ്, ഇതൊരു കീഴ്വഴക്കമായി. ഈ കീഴ്വഴക്കമായി മാറിയതാണ് അവസാനം ഭഗവാൻ പറഞ്ഞതായിട്ടാക്കി ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗചാരം മാറ്റിയിട്ട് ബ്രാഹ്മണൻ ഏറ്റവും ശ്രേഷ്ഠൻ, മറ്റുള്ളവരൊക്കെ അതിലും താഴ്ന്നു വരുന്നവര് എന്നുള്ള നിലയിലൊക്കെ ഒരു പ്രചരണം സമൂഹത്തിൽ വ്യാപൃതമായിരുന്നു. വേദം ഒന്നേ ഉള്ളൂ, പക്ഷെ അതിനെ 4 വിഭജിച്ചു. 4 വേദങ്ങളും ശ്രേഷ്ഠമാണ്. ഇതിനകത്ത് ഒരു വേദം, ഋഗ്വേദം ശ്രേഷ്ഠം, യജുർവേദം മോശം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇത് പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിനെ 4 തരം തിരിച്ചു. അപ്പൊ ഇനി വേറൊരു കാര്യം, ഈ ശ്ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ബ്രാഹ്മണോസ്യ മുഖം ആസീത്. ആസീത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആസീത് എന്ന് വെച്ചാൽ ഭവിച്ചു അല്ലെങ്കിൽ മാറിയെന്ന്. ആ വിരാട് പുരുഷന്റെ ബ്രാഹ്മണോസ്യ മുഖമാസീത്, ബ്രാഹ്മണന്റെ മുഖമായി മാറി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃത ഊരു തദസ്യ വൈശ്യ. അപ്പൊ ക്ഷത്രിയൻ എങ്ങനെയാണ്? ക്ഷത്രിയൻ ആ ശ്ലോകം അനുസരിച്ച് ബാഹുരാജന്യ കൃത എന്നാ പറയുന്നത്. ആദ്യം പറഞ്ഞത് ബ്രാഹ്മണോസ്യ മുഖം ആസീത്. ഈ വാക്കുകൾ പ്രത്യേകം നോക്കണം. ആസീത് എന്ന് പറഞ്ഞാൽ ആയി തീർന്നു, ഭവിച്ചു, മാറി. രണ്ടാമതോ ബാഹുരാജന്യകൃത, രാജാവ്. രാജാവ് എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ. ബാഹുരാജന്യകൃത, കൃത എന്ന് വെച്ചാൽ കൽപ്പിക്കപ്പെട്ടു. ആ ബാഹുക്കൾ ആ ക്ഷത്രിയനായി കൽപ്പിക്കപ്പെട്ടു. ഭവിച്ചു എന്നല്ല അവിടെ പറയുന്നു. ഊരു തദസ്യ വൈശ്യ, ഊരു തദസ്യ യത് വൈശ്യ. ഊരുക്കള് അസ്യ ആകുന്നു, എന്താണ്? വൈശ്യനാകുന്നു. എന്നാലോ പദ്യാം ശൂദ്രോ അജായത, ശൂദ്രൻ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും അജായത ജനിച്ചു. ബ്രാഹ്മണൻ ജനിച്ചു എന്നല്ല പറയുന്നത്, ആസീത് എന്നാ പറയുന്നത്. ക്ഷത്രിയൻ അവിടെ പറയുന്ന കൃത എന്നാ പറയുന്നത്. വൈശ്യൻ അസ്യ ആകുന്നു എന്ന് പറയുന്നു. ശൂദ്രൻ അജായത എന്ന് പറയുന്നു, ജനിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് എന്താ വ്യത്യാസം? എല്ലാവർക്കും അവരവരുടേതായ ഇമ്പോർട്ടൻസ്. ആ ഗീതാശ്ലോകം ഒന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ, ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. അതിനകത്ത് പറയും, ചാതുർവർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമി മാം വിദ്യ അകർത്താരം അവ്യയം. തസ്യ ആ സൃഷ്ടിക്ക് കർത്താരമപി, കർത്താവാണെങ്കിലും, ഞാനാണ് കർത്താവെങ്കിലും, മാം എന്നെ, അകർത്താരം അകർത്താവായി, അവ്യയം വ്യയമില്ലാത്തനായും, വിധി അറിയുക, ഞാനാണ് ഇത് ചെയ്തതെങ്കിലും, ഞാനാണ് ഇത് ചെയ്തത് എന്ന് വ്യയമില്ലാത്തവനാണെന്നും ഞാൻ അകർത്താവാണെന്നും അറിയുക. ചാതുർവർണ്ണം മയാ സൃഷ്ടം, ഞാൻ സൃഷ്ടിച്ചതാണ്, പക്ഷെ ഇത് ഞാൻ ചെയ്തത് അല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞു. ഗുണകർമ്മങ്ങൾക്കനുസൃതമായി, ഗുണകർമ്മക്കനുസൃതമായി. ഇപ്പം കൃഷിക്കാരനായി, വ്യവസായിയായി, കലാകാരനായി, തൊഴിലാളിയായി, ഇങ്ങനെ പല 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 മേഖലകൾ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പൊ കർമ്മമാണതെല്ലാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഗുണം. അപ്പൊ സത്വഗുണമുണ്ട്, സത്വരജസ്തമോ ഗുണങ്ങൾ മിക്സ് ചെയ്ത വിഭാഗക്കാരുണ്ട്, രജസ്തമോ ഗുണങ്ങൾ മിക്സ് ചെയ്ത വിഭാഗമുണ്ട്, തമോ ഗുണം മാത്രമുള്ളവരുണ്ട്. അപ്പൊ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലും
കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും വന്ന ഒരു വിഭജനമാണ് ഇത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിക്കുണ്ട്, പ്രത്യേകം മനസ്സിലാക്കണം. ഇതിലേത് വേണമെന്നും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിക്കുണ്ട്. സർവരും ബ്രാഹ്മണത്വത്തിലേക്ക് ഉയരണം. ഇത് നമ്മുടെ കാര്യങ്ങളാണ്. ബ്രഹ്മവിത് ബ്രഹ്മേവ ഭവതി. ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവൻ ബ്രഹ്മമായി ഭവിക്കും. ഈ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ നമ്മൾ കൈവെടിഞ്ഞിട്ട് നമ്മളിപ്പോ ചെന്ന് നിൽക്കുന്നത് പാരമ്പര്യത്തിലേക്കാണ്. അതാണ് പറ്റിപ്പോയത് പ്രശ്നം. അപ്പോ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും ആധ്യാത്മിക ചിന്തകരുണ്ടായി എന്ന് മനസ്സിലാക്കാം. വിരാട് പുരുഷന്റെ കൈകളിൽ നിന്നും ശ്രേഷ്ഠമായ ഭരണം കാഴ്ചവെക്കുന്ന രാജാക്കന്മാരുണ്ടായി എന്ന് നമുക്ക് സങ്കല്പിക്കാം. വിരാട് പുരുഷൻ തുടകളിൽ നിന്നും സമൂഹത്തിന് ആവശ്യമുള്ള ധനത്തിനായുള്ള വൈശ്യർ ഉണ്ടായി മനസ്സിലാക്കാം. വിരാട് പുരുഷന്റെ പാദങ്ങളിൽ നിന്നും സമുദായ സേവകർ ഉദ്ഭൂതമായി എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആധ്യാത്മിക ചിന്തകരും ഭരണകർത്താക്കളും ധനാഢ്യരും സേവകരും ഇവർ 4 പേരും മാനവ സമൂഹത്തിന് അനിവാര്യമാണ്. ഇത് 4ഉമില്ലാതെ ഈ മാനവ സമുദായം ശ്രേഷ്ഠമായ നിലയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഇതെല്ലാം വേണം. അതിനു വേണ്ടിയിട്ടുള്ള 4 വിഭജനം എന്ന്, അല്ലാതെ ഒരു അവയവം നല്ലത്, ഒരു അവയവം കാല് മോശം, മുഖം നല്ലത്, കൈ കുറച്ചുകൂടെ എന്നൊന്നും നമ്മൾ കുറച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു വിഗ്രഹം നമ്മൾ പലരും കണ്ടിട്ടുള്ളതാണ്, ഈ ചിത്രം കണ്ടു കാണും. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് സമുദ്രത്തിൽ ഇങ്ങനെ കിടക്കുന്നു. ആലിലേക്ക് മുകളിൽ കിടന്നുകൊണ്ട് കാല് കടിക്കുകയാണ്. സ്വന്തം കാല് കടിച്ചുകൊണ്ട് നടക്കുന്ന ചിത്രം നമ്മൾ കണ്ടില്ല. പൊടിക്കുഞ്ഞായിട്ടിരിക്കും, പിഞ്ചു ബാലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മ. വടപത്രശായി എന്നാ പറയുന്നത്. വടപത്രശായി കിടക്കാറ്. ഭഗവാൻ ഇപ്പൊ കാല് എത്രത്തോളം ഇഷ്ടമാണ്. വടപത്രശായി വിഗ്രഹമുള്ള ക്ഷേത്രം വരെ ഉണ്ട്. നമ്മുടെ കേരളത്തിലില്ലാന്നേ ഉള്ളൂ, വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട് വടപത്രശായി. കാൽവിരൽ കടിക്കുന്ന വിഗ്രഹം അതൊക്കെ ഉണ്ട്. അപ്പൊ ഭഗവാന് കാല് വേറെ കൈ അങ്ങനെ വല്ലതും. അല്ലെങ്കിൽ തന്നെ ശരീരത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരവയവം നല്ലത്, ഒരവയവം ശ്രേഷ്ഠമല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് കർമ്മത്തിലെ ആർക്കും അത് സ്വീകരിക്കാം. സന്യാസം ആർക്കും സ്വീകരിക്കാം. സർവ്വതും രസിച്ചവനാണ് സന്യാസി. സമ്യക്കായി സർവ്വതും ന്യാസം ചെയ്തവനാണ് സന്യാസി. അതൊക്കെ ആർക്കും പറ്റും. ആർക്കും അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ചാതുർവർണ്ണ്യത്തിലെ ഇത് അവനവന്റെ ഇതനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ഏത് രീതിയിൽ വേണേൽ പോകാം. ഇപ്പോ ഒരു പരമ്പരാഗതമായ ശൈലിയിൽ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ച ഒരു ബ്രാഹ്മണൻ ബ്രഹ്മനിഷ്ഠനായി ജീവിക്കണമെന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി ഒരു വലിയ വ്യവസായിയായിട്ട് മാറിയെന്ന് വരും. ചിലപ്പോൾ ആ വ്യക്തി വലിയൊരു സേവകനായി മാറിയെന്ന് വരും. ചിലപ്പോൾ ആ വ്യക്തി വലിയൊരു യോദ്ധാവായി മാറിയെന്ന് വരും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഏത് രീതിയിൽ വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഭഗവാന്റെ മറ്റൊരു ഒരു വ്യാഖ്യാനം ഇതിനുള്ളത്, ഭഗവാന്റെ ബുദ്ധി, ഭഗവത് ബുദ്ധി, അതിന് ഭഗവാന്റെ മസ്തിഷ്കം, അതാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറയുന്നത്. ഭഗവാന്റെ ബുദ്ധി, അതിൽ ഭഗവാന്റെ മസ്തിഷ്കം. ഭഗവാന്റെ ഊർജം എന്ന് പറയുന്നതാണ് ജീവൻ. ഭഗവാന്റെ ചലനം ഭഗവാൻ ചലിക്കുന്നു എങ്കിൽ ആ ചലനം എന്ന് പറയുന്ന പേരാണ് ശരീരം. അതിലൂടെ ഉണ്ടാകുന്നതാണ് ശരീരം. ഭഗവാന്റെ വ്യവസ്ഥാപിത നയം, ഭഗവാന് ചില കാര്യങ്ങൾ നടക്കുന്ന ചില നയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡിസിപ്ലിൻ, ഇങ്ങനെയുള്ള കാര്യം പല നയങ്ങളുമുണ്ട്. ആ നയത്തിന്റെ പേരാണ്, അതാണ് പദ്ധതി. ഇത് 4ഉം ചേർന്നതാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് മസ്തിഷ്കവും വേണം, ജീവനുണ്ട്, ശരീരമുണ്ട്, ജീവിക്കാനുള്ള ചില പദ്ധതികളുണ്ട്. ഇതെല്ലാം വേണം. ഇതെല്ലാം ഭഗവാനിലോട്ട്. അപ്പൊ കർമ്മഫലത്തിനനുസരണമായി ബ്രഹ്മജ്ഞാനികൾ ബ്രാഹ്മണരായി ജനിക്കുന്നു. നല്ലവരും കർമ്മസ്നേഹ തൽപരമായ ക്ഷത്രിയരായി ജനിക്കുന്നു. കർമ്മതൽപരവും ഭൗതിക പ്രവണതയുള്ളവരും
വൈശ്യരായി ജനിക്കുന്നു. ശാരീരിക സന്തോഷം പ്രമാണമായുള്ളവര് ശൂദ്രരായി ജനിക്കുന്നു. ഇത് ഞാൻ ഈ പറഞ്ഞത് മുൻ ജന്മങ്ങളിലെ കർമ്മത്തിന്റെ കർമ്മവാസന അനുസരിച്ച് ലഭിക്കുന്ന ജന്മം. അത് മുൻ ജന്മത്തിലെ കാര്യമാണ് പറഞ്ഞത്. ബ്രഹ്മജ്ഞാനികളാണ്, അടുത്ത ജന്മത്തിൽ അവർ ബ്രാഹ്മണരായി തന്നെ ജനിക്കും. അവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ ബ്രാഹ്മണത്വത്തെയാണ്, ആ കർമ്മമാണ്, ആ ഗുണത്തെയാണ്. ഗുണകർമ്മ വിഭാഗശ. കർമ്മസ്നേഹതൽപരരും നല്ലവരുമായ മറ്റൊരു വിഭാഗം വരും, അവർ ക്ഷത്രിയരായി ജനിക്കും. കർമ്മതൽപരവും ഭൗതിക പ്രവണതയുള്ളവരുണ്ട്, അവര് വൈശ്യരായി ജനിക്കും. ശാരീരിക സന്തോഷം അത് പ്രധാനമായി കൽപ്പിക്കുന്നവർ, അവര് ശൂദ്രരായി ജനിക്കും. പക്ഷെ അങ്ങനെ ജനിച്ചിട്ട് കാര്യമില്ല. അവര് വീണ്ടും ആ നിലയിൽ നിന്നും വൈശ്യത്വത്തിലേക്കും ക്ഷത്രിയത്വത്തിലേക്കും ബ്രാഹ്മണത്വത്തിലേക്കും ഉയരാൻ പഠിക്കുന്നു. സ്വാമി തന്നെ പറയാറുണ്ടല്ലോ, എന്താണ് ഭക്തി എന്ന് ചോദിക്കുമ്പോൾ സ്വാമി പലപ്പോഴും പറയാറില്ലേ, മൃഗീയത്വത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്കും, മനുഷ്യത്വത്തിൽ നിന്നും ദൈവികത്വത്തിലേക്കുമുള്ള പ്രയാണത്തിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറഞ്ഞതുപോലെ ഈ ഘട്ടങ്ങളിൽ നിന്ന് ഉയർന്ന് ആ ബ്രാഹ്മണത്വത്തെ പ്രാപിക്കാൻ ഏത് മനുഷ്യനും സാധിക്കും. അധ്വാനിച്ചാൽ, അതിനുവേണ്ടി മെനക്കെട്ടാൽ അത് സാധിക്കും. അപ്പോ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ബ്രാഹ്മണോഹോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ യത് വൈശ്യ തദ്ഭ്യാഗും ശൂദ്രോ അജായത. ഇതാണ് നമ്മൾ ആ ശ്ലോകത്തിലൂടെ ഒരു സാമാന്യമായ ഒരു വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ അടുത്തത് പറയുന്നുണ്ട് 14-ാമത്തെ ശ്ലോകം. ഒന്ന് വായിക്കാം 14-ാമത്തെ ശ്ലോകം. ചന്ദ്രമാ മനസോ ജാതഃ ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാത് വായുരജായത. സായിരാം. മനസ്സിൽ നിന്നും ചന്ദ്രനുണ്ടായി. ചക്ഷോ കണ്ണുകളിൽ നിന്നും സൂര്യനുണ്ടായി. മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച മുഖത്തു നിന്നും ഇന്ദ്രനും അഗ്നിയും ഉണ്ടായി. പ്രാണാത് വായുരജായത പ്രാണനിൽ നിന്നും വായു ഉണ്ടായി. അതാണ് അത് പറയുന്നത്. വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്ന്, സിമ്പിളായിട്ട് പറഞ്ഞത്, വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നും ചന്ദ്രനുണ്ടായി, കണ്ണിൽ നിന്നും സൂര്യനുണ്ടായി, മുഖത്തു നിന്നും ഇന്ദ്രനും അഗ്നിയും ഉണ്ടായി, പ്രാണനിൽ നിന്നും വായുവും ഉണ്ടായി. ഇതെല്ലാം വേണ്ടേ? പ്രകാശം വേണോ? രാത്രിയായാലും ചെറിയ തോതിലെങ്കിൽ പ്രകാശം വേണോ? പകല് നല്ല വെളിച്ചം വേണോ? അഗ്നി വേണോ? പ്രാണവായു വേണോ? നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളുമാണ്. ഇതെല്ലാം ഭഗവാനിൽ നിന്നും ഉണ്ടായി. എങ്ങനെയുണ്ട്? ചന്ദ്രമാ മനസോ ജാത ചക്ഷോ സൂര്യോ അജായത എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. വസ്തുക്കളെ കാണണമെന്നുണ്ടെങ്കിൽ പ്രകാശം അനിവാര്യമാണ്. നമുക്കൊരു വസ്തു, ഇരുട്ടത്തിരിക്കുന്ന വസ്തു നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മളിപ്പോ സാധാരണ എന്താ ചെയ്യുന്നത്? ഉടൻ തന്നെ ഒരു ടോർച്ചോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി കത്തിച്ച് ഉരച്ച് നോക്കിയിട്ട് ഇപ്പൊ കണ്ടു. അപ്പോ വെളിച്ചം ആവശ്യമാണ്. വസ്തുക്കൾ കാണണമെങ്കിൽ അനിവാര്യമാണ് പ്രകാശം. എല്ലാ ജീവികൾക്കും കാണാനുള്ള അവയവമാണ്. ആ അവയവത്തിന്റെ പേരാണ് ആദിത്യൻ, സൂര്യൻ. പ്രകാശമില്ലാതെ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാണുന്നില്ലല്ലോ, പിന്നെന്തോ പ്രയോജനം? ഒരു പ്രയോജനമില്ല. വിരാട് പുരുഷന്റെ ശ്വാസത്തിൽ നിന്നും വായു ഉണ്ടായി. ജന്തുക്കള്, ജീവജാലങ്ങള് വായു ശ്വസിക്കുന്നു. മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാണ് വിരാട് പുരുഷനിൽ നിന്നും ആവിർഭവിച്ചത്. ചന്ദ്രമ അതും ദേവതയാണ്, വായു അതും ദേവതയാണ്. ഈ അധിഷ്ഠാന ദേവതകള് വിരാട് പുരുഷനിൽ നിന്നും ആവിർഭവിച്ചു.
ചന്ദ്രമാ മനസ്സോജാത ചക്ഷോ സൂര്യോജായത മുഖാദിന്ദ്ര അഗ്നിശ്ച പ്രാണാദ് വായുരജായത. വിരാട് പുരുഷനിൽ നിന്നാണ്, വിരാടിൽ നിന്നല്ല. വിരാട് പുരുഷൻ ആദ്യം നമ്മൾ പഠിച്ചു, ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. വിരാട് എന്താണ്, വിരാട് പുരുഷൻ എന്താണ്. അപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന്റെ അതിദേവതയാണ്. മനസ്സ് അങ്ങനെ കൂളായിരിക്കുക. സൂര്യൻ എന്ന് പറയുന്നത് ചക്ഷുക്കളാണ്, കണ്ണുകളാണ്. അതിന് തിളക്കം വേണം, ചൂട് വേണം. പുരുഷൻ അത് നമ്മൾ മനസ്സിലാക്കണം. പുരുഷൻ കണ്ണു തുറക്കുമ്പോൾ, വിരാട് പുരുഷൻ കാര്യമില്ല, പുരുഷൻ കണ്ണു തുറക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു. പുരുഷൻ കണ്ണു തുറക്കുമ്പോൾ മനസ്സ് സ്വയം അടച്ചു വെക്കുക, അപ്പൊ മനസ്സ് തുറക്കുന്നില്ല. പുരുഷൻ മനസ്സ് തുറക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നു, അപ്പോൾ പുരുഷൻ കണ്ണടയ്ക്കും. മനസ്സ് തുറക്കുമ്പോൾ കണ്ണടയ്ക്കും, കണ്ണ് തുറക്കുമ്പോൾ മനസ്സടക്കും. ഇതാണ് ഭഗവാൻ ചെയ്യുന്നത്, വിരാട് പുരുഷൻ ചെയ്യുന്നത്. ഭഗവാൻ കണ്ണു തുറക്കുന്നു, മനസ്സടയ്ക്കും. ഭഗവാൻ കണ്ണടയ്ക്കുന്നു, മനസ്സ് തുറക്കുന്നു. ഇപ്പൊ ഋതുക്കളുണ്ടായത്, തൈര് നെയ്യ് മൃഗങ്ങളുണ്ടായത്, വേദങ്ങൾ ഉപവേദങ്ങൾ ഉണ്ടായത്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരുണ്ടായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. ചന്ദ്രൻ സൂര്യൻ അഗ്നി ഉണ്ടായി. ഇതൊക്കെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ പുരുഷ സൂക്തത്തിൽ ഈ 15 ശ്ലോകത്തിനകം വെച്ചു പഠിച്ചു. ഏതൊക്കെയാണ്? ഋതുക്കൾ എങ്ങനെയുണ്ടായി, തൈര് നെയ്യ് മൃഗങ്ങളൊക്കെ എങ്ങനെയുണ്ടായി, വേദങ്ങളും ഉപവേദങ്ങളും എങ്ങനെയുണ്ടായി, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരെങ്ങനെയുണ്ടായി, മനുഷ്യരെങ്ങനെ ഉണ്ടായി, ചന്ദ്രൻ സൂര്യൻ അഗ്നി വായു ഒക്കെ എങ്ങനെയുണ്ടായി, ഒക്കെ ഈ പുരുഷ സൂക്തത്തിലെ പ്രധാനപ്പെട്ട ആ ശ്ലോകങ്ങളിലൂടെ നമ്മൾ നാഭിയിൽ നിന്ന് അതാ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്? ഒരു കാര്യമുള്ളൂ, എല്ലാം ഉണ്ടായത് വിരാട് പുരുഷനിൽ നിന്നാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന നമ്മൾ പറയുമല്ലോ H2O എന്ന് പറയും. ആ H2O തന്നെയാണ് വെള്ളം, ആ വെള്ളം തന്നെയാണ് ഐസ് കട്ട, ആ ഐസ് കട്ട തന്നെയാണ് പിന്നെ നീരാവിയാവും. ഈ മൂന്നും ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. അപ്പോൾ വെള്ളം, ഐസ്, നീരാവി ഇതെല്ലാം ഉണ്ടായത് ഹൈഡ്രജനിൽ നിന്നും ഓക്സിജനിൽ നിന്നും ആണെന്ന് ശാസ്ത്രം പറയുന്നത് പോലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചന്ദ്രൻ സൂര്യൻ ഇന്ദ്രൻ വായു മൃഗങ്ങൾ എന്ന് തുടങ്ങി സർവ്വതും ഉണ്ടായത് ആ വിരാട് പുരുഷനിൽ നിന്നാണ്. ഈശ്വരൻ ചന്ദ്രനാണ്, സൂര്യനാണ്, വായുവാണ്, ആദിത്യനാണ്, സർവ്വതമാണ്, ദേവതാ സങ്കല്പങ്ങളാണ്. ഈ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ചന്ദ്രമാ മനസ്സോ ജാത ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച പ്രാണാത് വായുരജായത. അപ്പം മനുഷ്യരുടെ ജീവജാലങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകളാണ് വിരാട് പുരുഷൻ എന്നാണ്. ഉണ്ടായത് വിരാട്ടിൽ നിന്നല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് ആ വിരാട് പുരുഷനിൽ നിന്നും ആവിർഭവിച്ചത് എന്നാണ് ഈ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തത് ഈ 15ാമത്തെ ശ്ലോകം ഒന്ന് പറയാം. സൈരാം സൈരാം. ആസീദന്തരിക്ഷം ശേഷ്ണൗദ്യൗ സമവർത്തത പദ്ഭ്യാം ഭൂമിർദിശശ്രോത്രാത് തഥാ ലോകാകും അകൽപ്പയന്. സൈരാം. അതെ, സായിരം. നാഭിയിൽ നിന്ന് അന്തരീക്ഷം ആസീത്, അന്തരീക്ഷം ഉണ്ടായി. ശീഷ്ണൗ ശിരസിൽ നിന്ന്, ദ്യുലോകം സ്വർലോകമുണ്ടായി. സമവർത്തത എന്ന് പറഞ്ഞാൽ ഉണ്ടായി, ബഹിരാകാശം എന്നും പറയാം. പദ്ഭ്യാം പാദങ്ങളിൽ നിന്നും,
ഭൂമി ഉണ്ടായി. പദ്ഭ്യാം ഭൂമിർ ദിശ ശ്രോത്രാത്. ശ്രോത്രാത് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, ചെവികളിൽ നിന്നും ദിശ, ദിക്കുകളുണ്ടായി. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ദിക്കുകളുണ്ടായി. തഥാ ലോകം അകൽപ്പയൻ. അപ്രകാരം ലോകങ്ങളെയും കൽപ്പിച്ചു. അപ്പൊ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, അന്തരീക്ഷം എങ്ങനെ ഉണ്ടായി, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ശേഷമാണ് ഇപ്പൊ പറയുന്നു ലോകം എങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടത്. നാഭിയിൽ നിന്ന് എന്തുണ്ടായി, ശിരസിൽ നിന്നും എന്തുണ്ടായി, പാദങ്ങളിൽ നിന്നും എന്തുണ്ടായി, ചെവികളിൽ നിന്നും എന്തുണ്ടായി, ഇതൊക്കെ എണ്ണമിട്ട് പറഞ്ഞു വരിക. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നാഭിയിൽ നിന്ന് അന്തരീക്ഷമുണ്ടായി, ശിരസിൽ നിന്ന് സ്വർലോകമുണ്ടായി, പാദത്തിൽ നിന്നും ഭൂമി ഉണ്ടായി, ചെവിയിൽ നിന്നും ദിക്കുകളുണ്ടായി, ഇങ്ങനെ ലോകം ഉണ്ടായി. അപ്പൊ വിരാട് പുരുഷന്റെ ശിരസ് എന്ന് പറയുന്നത് ബഹിരാകാശമാണ്. വിരാട് പുരുഷന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ആന്തരിക ആകാശമാണ്. വിരാട് പുരുഷന്റെ പാദം എന്ന് പറയുന്നത് ഏറ്റവും താഴെ ഭൂമിയാണ്. 3 അവസ്ഥകളാണ്. മുകളിലത്തെ ഭാഗം, മധ്യഭാഗം, താഴത്തെ ഭാഗം. ഒന്ന് ആകാശം, പിന്നെ ആന്തരികാകാശം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ ബഹിരാകാശം, ആന്തരികാകാശം, അത് കഴിഞ്ഞ് ഭൂമി. 3 ഉണ്ടായി. എല്ലാം ഒന്നിൽ നിന്ന് ഉടലെടുത്തതാണ്. നാനാത്വത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഇതെല്ലാം. പലതിൽ നിന്നും ഉടലെടുത്തതാണ്. സ്വാമി പറയുന്നു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സ്വാമി അതിനെക്കുറിച്ച് നല്ല പ്രഭാഷണങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ശ്രോത്രേന്ദ്രിയത്തിൽ നിന്ന് ദിക്കുകളുണ്ടായി. അപ്പൊ ശ്രോത്രേന്ദ്രിയത്തിന്റെ ദേവതകളാണ് ദിക്കുകൾ. ദിക് ദേവത എന്ന് പറയുന്നത്. ആ ദിക്കുകൾ എന്ന് പറയുന്നത് ദേവത ഉണ്ടായത് ശ്രോത്രേന്ദ്രിയങ്ങളാണ്. ഈ ദേവത വിരാട് പുരുഷന്റെ ശ്രോത്രേന്ദ്രിയവും നമ്മുടെ ശ്രോത്രേന്ദ്രിയവും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ശ്രോത്രേന്ദ്രിയവും വിരാട് പുരുഷന്റെ ശ്രോത്രേന്ദ്രിയവും ബന്ധിപ്പിച്ചാൽ നമുക്ക് ഈ ശ്രോത്രേന്ദ്രിയത്തിന്റെ അതിദേവത എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിദേവത എന്താണ്? ഈ ഭഗവാന്റെ വിരാട് പുരുഷന്റെ ശ്രോത്രേന്ദ്രിയമാണ്. നമ്മുടെ ശ്രോത്രേന്ദ്രിയം അതാണ് നമ്മൾ ആദ്യമേ പറയുന്നല്ലോ, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറയാൻ കാര്യം അതാണ്. അപ്പോ ഈ ദിക്കുകളുണ്ടായതും അന്തരീക്ഷമുണ്ടായതും ബഹിർലോകമുണ്ടായതും ആന്തരിക ലോകമുണ്ടായതും ബഹിരാകാശം ഉണ്ടായതും ആന്തരികാകാശം ഉണ്ടായതും ഇതൊക്കെ ഏത് നിലയിലാണ് എന്ന് ഈ സൂചിപ്പിക്കുകയാണ് ഈ 15ാമത്തെ ശ്ലോകത്തിൽ നിന്ന്. നാഭ്യ ആസീത് അന്തരീക്ഷം ശീഷ്ണൗ ദ്യൗ സമവർത്തത പദ്ഭ്യാം ഭൂമിർ ദിശശ്രോത്രാത് തഥാ ലോകാകം അകൽപ്പയൻ. ഇത് എല്ലാം അകൽപ്പയൻ, ലോകാകം അകൽപ്പയൻ. എപ്രകാരം ലോകങ്ങളെ കൽപ്പിച്ചു അപ്രകാരം അതൊക്കെ ഉണ്ടായി. ഇതാണ് വിരാട് പുരുഷനിൽ നിന്നും ആവിർഭവിച്ച ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് സിദ്ധാന്തവൽക്കരിക്കുന്ന രീതിയിൽ ഈ 15 ശ്ലോകങ്ങളിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നത്. അത് നമ്മൾ ആദ്യമൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഇപ്പൊ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് വളരെ മനോഹരമായിട്ട് സ്വാമി പുരുഷ സൂക്തം നമുക്ക് പറഞ്ഞു തരുന്നു. ജീവജാലങ്ങൾ എങ്ങനെയുണ്ടായി, തൈര്, നെയ്യ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, വേദങ്ങൾ ഉപവേദങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി, കുതിരകള്, പശുക്കള്, ആടുകളൊക്കെ എങ്ങനെ ഉണ്ടായി, വിരാട് പുരുഷന്റെ മുഖം എന്താണ്, വിരാട് പുരുഷന്റെ കൈകൾ എന്താണ്, വിരാട് പുരുഷന്റെ ഊരുക്കൾ എന്താണ്, ചന്ദ്രൻ ആരാണ്, മനസ്സാരാണ്, സൂര്യൻ ആരാണ്, വിരാട് പുരുഷന്റെ കണ്ണുകൾ എന്താണ്, ഇങ്ങനെ വിശദീകരിച്ച് ഈ വിരാട് പുരുഷന്റെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ഈ 15 ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 15 ശ്ലോകവും ഒരിക്കൽ കൂടെ നമ്മൾ
അനാവരണം ചെയ്ത് നന്നായി ഒന്ന് പഠിച്ച് മനനം ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്കിത് മനസ്സിലാകും. ഇത് സർവ്വതും ആ വിരാട് പുരുഷനിൽ നിന്നും സംജാതമായതാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ ഈശ്വരനെ, ആ വിരാട് പുരുഷനെ, ആ ഈശ്വരനെ, ഭഗവാനെ ധ്യാനിക്കാനുള്ള, ഭഗവാനെ പ്രാപിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പ്രത്യേകിച്ച് സ്വാമി നമുക്ക് തന്നിട്ടുണ്ട്. അതിന് സ്വാമി നമുക്ക് സംഘടന തന്നിട്ടുണ്ട്. സംഘടനയിലൂടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറയുന്നുണ്ട്. ഭക്തിയുടെ മാർഗത്തിൽ എന്ത് ചെയ്യണം, കർമ്മത്തിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം, ജ്ഞാനത്തിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം, ഭജന കൊണ്ട് എന്ത് നേടാൻ പറ്റും, സത്സംഗം കൊണ്ട് എന്ത് നേടാൻ പറ്റും, സേവ ചെയ്യുന്നതിലൂടെ എന്ത് നേടാൻ പറ്റും, പ്രശാന്ത സേവ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഇത് ചെയ്യുന്നതിലൂടെ ആ വിരാട് പുരുഷൻ അല്ലെങ്കിൽ ആ പുരുഷന്റെ ആ കഴിവുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 15 ശ്ലോകങ്ങൾ കൂടി ഉള്ള ആ പുരുഷ സൂക്തത്തിന്റെ ആ ഒരു ഭാഗം ഇവിടെ ഞാൻ ഭഗവത് തൃപാദങ്ങൾ സമർപ്പിക്കുകയാണ്. ജയ് സായിറാം. സായിരാം. ശാന്തി മന്ത്രം ജപിക്കാം. എന്തെങ്കിലും ഓക്കെ, സംശയം ചോദിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെക്കാം. മുക്കാലായല്ലോ. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം.